നമസ്കാരം. നമ്മളെയൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മരണം കഴിഞ്ഞ ദിവസമുണ്ടായി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ, അതായത് പ്രളയ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ, ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരി അയാൾക്ക് നൽകി അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് രാജേഷ് എന്നു പേരുള്ള തിരുവനന്തപുരം സ്വദേശി ആ പ്രളയത്തിൽപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത മരണം. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം ജീവൻ ബലി കൊടുത്ത ഒരു മനുഷ്യൻ. ഇപ്പോൾ ദാ സ്പൈഡർമാൻ സിനിമയൊക്കെ തിയേറ്ററുകളിൽ തകർത്തോടുകയാണ്. അവരെയൊക്കെ സൂപ്പർ ഹീറോ ആയിട്ട് വാഴ്ത്തിപ്പാടുന്നു, നമ്മളൊക്കെ കൈയടിക്കുന്നു. പക്ഷേ ഈ രാജേഷിനെ പോലെയുള്ള, അദ്ദേഹത്തിനെ പോലെയുള്ള മഹാന്മാരല്ലേ യഥാർത്ഥ ജീവിതത്തിലെ സൂപ്പർ ഹീറോകൾ. നമ്മളെല്ലാം കണ്ണു തുറന്നത് കാണണം. എനിക്കിന്ന് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ മരണം നടന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സന്ദർശിക്കുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളുണ്ട്. മരണപ്പെട്ടു പോയ രാജേഷിന് 2 ആൺമക്കളാണുള്ളത്. ഒരാൾ 9ാം ക്ലാസ്സിലും ഒരാൾ 8ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ആൺകുട്ടികൾ ഇങ്ങനെ നിലവിളിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. അച്ഛനെ കാണാൻ വയ്യേ, ഇങ്ങനെ അച്ഛൻ കിടക്കുന്നത് കാണാൻ വയ്യ, എന്തിനാണ് അയാളെ രക്ഷപ്പെടുത്താൻ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുകയാണ് ആ കുഞ്ഞുങ്ങൾ. ആ സമയത്ത് എന്തു പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ വന്നപ്പോൾ അതുപോലും PR വർക്കാണ് എന്ന് പറഞ്ഞ് അവഹേളിച്ചവരുണ്ട്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, VD സതീശൻ ഒരു നടനാണോ? അല്ല. ഒരു നടന് പോലും ഒരു ഗ്ലിസറിൻ ഇല്ലാതെ ഒരു സമയത്ത് ഒരു അഭിനയത്തിൻ്റെ ഇടയ്ക്ക് കരയാൻ സാധിക്കില്ല. പക്ഷേ മറ്റൊരാളുടെ ദുഃഖം കണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ നല്ല ഒരു മനസ്സിനുടമയായിരിക്കണം നമ്മളൊക്കെ ചിലരോട് വിഷമം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലരുടെ വേദനയൊക്കെ കാണുന്ന സമയത്ത്, ചില മരണ വീടുകളിൽ പോകുന്ന സമയത്ത്, ചില കാഴ്ചകൾ കാണുന്ന സമയത്ത് കണ്ണ് തന്നെ നിറയാറില്ലേ? നല്ല മനസ്സുള്ളവരുടെ കണ്ണേ അങ്ങനെ നിറയുകയുള്ളൂ. അല്ലാത്തവർക്ക് കണ്ണുനീർ വരില്ല. കണ്ണുനീർ സത്യമുള്ളതാണ്. അത് സത്യമേ പറയുകയുള്ളൂ. അപ്പോൾ VD സതീശൻ കാറിൽ വന്നിരുന്നതിന് ശേഷവും ഏങ്ങി കരയുന്നത് കണ്ടു. ആ മരണ വീട്ടിലും കുഞ്ഞുങ്ങളോട് എന്തു പറയണമെന്നറിയാതെ അദ്ദേഹം കണ്ണുനീരൊഴുക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് സംതൃപ്തി തോന്നി. കാരണം മനുഷ്യത്വമുള്ള ഒരാളാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. ഞാൻ പിണറായി വിജയനെ കുറ്റമായിട്ട് പറയുകയല്ല. പക്ഷെ എന്നാലും മരണം നടക്കുന്ന വീടുകളിലൊക്കെ അദ്ദേഹം ചെല്ലുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചെന്നാൽ യാന്ത്രികമായിട്ട് ഒരു മുഖ്യമന്ത്രി സന്ദർശിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ ചെല്ലുക, എവിടെ തൊട്ട് നോക്കണമെന്നറിയാതെ അവിടെയും ഇവിടെയും തെക്കും വടക്കും നോക്കിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് ചെറിയ ഒരു ഗൗരവം പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെയാണോ? ഒരു മരണവീട്ടിൽ ചെല്ലുമ്പോൾ ആ ദുഃഖം നമ്മളുടേതാണെന്ന് തോന്നിക്കുമ്പോഴാണ് ആ വീട്ടുകാർക്കും അതൊരാശ്വാസമാകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ദുഃഖം പങ്കിടാൻ ഒരാൾ കൂടിയുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന, നമ്മുടെ നാടിനെ നയിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അതാ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് പകരുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷ കൂടിയുണ്ട്. അവരുടെ കണ്ണുനീരും സങ്കടവും ഒക്കെ നേരിട്ട് കണ്ടു. അവരുടെ വീട് പണിയൊക്കെ പൂർത്തിയാക്കാമെന്നൊക്കെ അദ്ദേഹം വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞു. ആ കുടുംബത്തിലെ ആർക്കെങ്കിലും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെങ്കിലും ഒരു സർക്കാർ ജോലി നൽകി അവരെ സഹായിക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട്. എൻ്റെ ഈ എളിയ ചാനലിലൂടെ ഞാൻ ആ അപേക്ഷ അങ്ങേക്ക് മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. VD സതീശനെ കുറിച്ച് ഞാൻ നല്ല വാക്കുകൾ പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന കുറേ മെസ്സേജുകളാണ്, കുറേ കമൻറ്റുകളാണ്. ശീതളിന് VD സതീശനോട് പ്രേമമാണോ എന്ന്, ആരാധനയാണോ എന്ന് കുറേ പേർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങി, പ്രണയമാണോ, എന്തിഷ്ടത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ VD സതീശനെ പുകഴ്ത്തി സംസാരിക്കുന്നതെന്ന്. ഒരു നല്ല മനുഷ്യത്വം കാണിച്ചാൽ, മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്താൽ അദ്ദേഹത്തിനോട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബഹുമാനം തോന്നും. ബഹുമാനം ആരും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, ആർക്കും ചോദിച്ചു വാങ്ങാനും പറ്റില്ല. കുത്ത് ചേർത്ത് ഇനി തൊട്ട് അഭിസംബോധന ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ ഉത്തരവിറക്കിയിരുന്നു. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല, മനസ്സിൽ നിന്ന് വരുന്ന സ്വാഭാവിക ബഹുമാനം. അതുമാത്രമാണ് എനിക്ക് VD സതീശനോടുള്ളത്. പല സമയത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ജനങ്ങളോടുള്ള ഇടപെടലും ഒക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബഹുമാനം തോന്നുന്നതാണ്, ഒരു ആദരവ് തോന്നുന്നതാണ്. അതിനെ പ്രണയമൊന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വളച്ചൊടിക്കരുത്. നിനക്കെന്താ പിണറായിയോട് ഇത്ര ശത്രുത എന്ന് ചോദിക്കുന്നവരുണ്ട്. പിണറായിയോട് ശത്രുതയുമില്ല, VD സതീശനോട് പ്രണയവുമില്ല. ഇവരോടൊക്കെ തോന്നുന്നത് ബഹുമാനവും ബഹുമാനക്കുറവുമൊക്കെയാണ്. അത് അവർ തന്നെ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. എനിക്ക് ഇന്നലെ ഏതായാലും ഈ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് മനസ്സിനൊരു സമാധാനം തോന്നി. നമ്മുടെയൊക്കെ ദുഃഖം കണ്ടാൽ അത് മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. ദുരിതാശ്വാസ
ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ചെന്നപ്പോഴൊക്കെ ആണെങ്കിലും അവരോടൊപ്പം ഇരുന്ന് അവരുടെ കൂടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ആ കൊച്ചു കുഞ്ഞുങ്ങളെയും ഒക്കെ ഒന്ന് തലയിൽ തലോടി അവരോടൊക്കെ സംസാരിച്ച് അവർക്കിടയിൽ ഒരാളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഒരു ആശ്വാസമാണ്. കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്. കാരണം നമ്മൾ കണ്ട് ശീലിച്ചത് അതാണ്. എപ്പോഴും ഗൗരവപ്രകൃതമുള്ള ഒരു മുഖ്യമന്ത്രി, ആരുടെയും ഇടയിൽ ചെന്ന് അവരിൽ ഒരാളാകാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി എപ്പോഴും മാറി നിൽക്കണം. 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി എപ്പോഴും സുരക്ഷാ സേനയുടെ നടുക്ക് ആയിരിക്കണം. പക്ഷേ നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന, നമുക്കിടയിൽ ഒരുവനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബഹുമാനവും ഒരു ഇഷ്ടവും ഒക്കെ അദ്ദേഹത്തിനോട്, അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും ഒരു ആരാധനയും ഒക്കെ തോന്നിപ്പോകുകയാണ്. അതൊക്കെ അവരുടെ വ്യക്തിത്വം കണ്ടുകൊണ്ട്, അവരുടെ വ്യക്തിത്വം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ മറ്റൊന്നും അതിലില്ല, രാഷ്ട്രീയവുമില്ല. പിന്നെ ഈ രാജേഷിൻ്റെ മരണം വളരെ ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും അദ്ദേഹത്തെ പരിചയമില്ലെങ്കിലും പറഞ്ഞു കേട്ടിടത്തോളം രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ആളായിരുന്നു. നീന്തൽ വിദഗ്ധൻ പോലുമായിരുന്നു അദ്ദേഹം. ആ കണ്ണൂരിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുത്തൊഴുക്കുണ്ടായിരുന്ന ആ ജലത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. സ്വന്തം ലൈഫ് ജാക്കറ്റ് ബെന്നി എന്ന ആ വ്യക്തിക്ക് അണിയിച്ചു കൊടുത്തിട്ട് മുന്നേ നീന്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പിറകെ നീന്തുകയായിരുന്നു. അദ്ദേഹം പിന്നിൽ നിന്ന് നീന്തിയത് തന്നെ മുന്നിൽ നീന്തുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടുത്താമല്ലോ എന്ന ചിന്തയിലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ആ നദിയുടെ കുത്തൊഴുക്കിനെ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനോട് പൊരുതി ജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മനുഷ്യൻ ഒരു കാരണവശാലും പ്രകൃതിയുടെ ശക്തിയുമായിട്ട് പൊരുതി ജയിക്കാൻ പറ്റില്ല. നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും ചില സമയത്ത് പ്രകൃതിയുടെ ഭാവങ്ങൾ. നമ്മൾ എത്ര വിദഗ്ധനാണെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര ശക്തി ഉണ്ടെന്ന് നമ്മൾ കരുതിയാലും ചില സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഒരു തേങ്ങ ഒഴുകി പോകുന്നത് കണ്ടുകൊണ്ട് അതിന് പിന്നാലെ നീന്തിപ്പോയി മരണപ്പെട്ട ഒരാളുടെ വാർത്തയൊക്കെ ഇന്നലെ കണ്ടു. ദാരിദ്ര്യം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നത്. പക്ഷേ ഭയങ്കര കുത്തൊഴുക്കായിരിക്കും. ജലാശയങ്ങളിലൊക്കെ നമ്മൾക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ജലമാണ് നിറഞ്ഞു കിടക്കുന്നത്. നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. എന്തൊഴുകി പോകുന്നത് കണ്ടിട്ടാണെങ്കിലും അതിൻ്റെ പുറകെ നിങ്ങൾ പോകാതിരിക്കുക. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് സമ്പാദിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ആ രാജേഷ് എന്ന മഹത് വ്യക്തിക്ക് എൻ്റെയും നമ്മുടെ ശീതളസം ചാനലിൻ്റെയും പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്, മനുഷ്യത്വമുള്ള നമ്മുടെ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്, അവർക്ക് ഒരു സർക്കാർ ജോലി കൊടുത്ത് അവരെ കരകയറ്റണം. കാരണം നാട്ടിലെ ആരാണെന്നറിയുക പോലും ചെയ്യാത്ത ഒരു ജീവന് വേണ്ടി, ഒരു സഹജീവിയുടെ ജീവന് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചത്. ഇങ്ങനെയുള്ള ആളുകളാണ് ആദരിക്കപ്പെടേണ്ടത്, അവരാണ് ഓർമ്മിക്കപ്പെടേണ്ടത്. അങ്ങനെ ഒരു ഉപകാരം, ഒരു സർക്കാർ ജോലി കൊടുത്ത് ആ കുടുംബത്തിന് ഒരു സഹായം അവർക്ക് നൽകുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പറഞ്ഞു കേട്ടിടത്തോളം ആ വീട് പോലും ഇപ്പോൾ കടത്തിലാണ് നിൽക്കുന്നത്. 6-7 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും ഒക്കെ ബാങ്കിൽ അടയ്ക്കാനുണ്ട് എന്നൊക്കെ അയൽവക്കക്കാരൊക്കെ പറയുന്നത് കേട്ടു. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു. 37 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ മരണം സ്വയം വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ പ്രകൃതി അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു എന്ന് നമുക്ക് പറയാം. ഏതായാലും ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നല്ല മനുഷ്യൻ ആയതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നു. ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കാണരുത്. നല്ലത് ആര് ചെയ്താലും അത് നല്ലത് എന്ന് പറയുക. ഇതിൻ്റെ കൂടെ ഏതായാലും ഇത്രയും പറഞ്ഞില്ലേ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. പിണറായി വിജയൻ ചെയ്ത ഒരു നല്ല കാര്യത്തെയും ശീതൾ എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു കാര്യം അദ്ദേഹം ചെയ്തത് എനിക്ക് എപ്പോഴും അഭിനന്ദനാർഹമാണെന്ന് തോന്നിയിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ ബാഗ് പരിശോധന എന്നൊരു സംഭവം വന്നപ്പോൾ ബാലാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞു അത് കുട്ടികളുടെ സ്വകാര്യതാ ലംഘനമാണ്, കുട്ടികളുടെ അനുവാദമില്ലാതെ അവരുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത് അവരുടെ സ്വകാര്യതയുടെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പറ്റില്ല, എന്തെങ്കിലും ലഹരി സാധനങ്ങൾ കുട്ടികൾ ബാഗിൽ കടത്തുന്നുണ്ടോ, ബാഗിൽ സൂക്ഷിക്കുന്നുണ്ടോ, മൊബൈൽ ഫോണുകളുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ കുട്ടികളുടെ ബാഗ് ആഴ്ചയിൽ ഒരു ദിവസം അധ്യാപകർ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന സമയത്താണത്. അദ്ദേഹത്തിന് അതിന് അഭിനന്ദനങ്ങളും ഞാൻ നേർന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ ആര് എവിടെ ചെയ്താലും അതിനെ അഭിനന്ദിക്കും, മോശം ആര് ചെയ്താലും അതിനെ വിമർശിക്കുകയും ചെയ്യും. നമ്മളൊക്കെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ലേ. ഇവരാരുമല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നത്, ഇവരുടെ ആരുടെയും ഔദാര്യത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെന്തിനാണ് ഇവരെയൊക്കെ ഒരു പരിധിക്കപ്പുറം നമ്മൾ പരിഗണിക്കുന്നത്? അല്ലെങ്കിൽ വി ഡി സതീശനെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒരിക്കലുമില്ല. നല്ലത് ചെയ്യുന്നത് കൊണ്ട് നല്ലത് പറയുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.